CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് ഉജ്ജ്വല സമാപ്തി. ശനിയാഴ്ച സാമൂഹ്യ പ്രവർത്തക ദയാബായി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കോളേജുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. 1000-ലേറെ മണവാട്ടിമാർക്ക് വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്ക് 5ാം വാർഷികം ആഘോഷിച്ചു. സിനിമാ താരം ധർമ്മജൻ ബോൾക്കാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിന് പരിസമാപ്തി. ഫൈനൽ മത്സരത്തിൽ അൽ-അമീൻ കുന്നക്കാട്ടുകുഴി വിജയകിരീടത്തിൽ മുത്തമിട്ടു. പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. തന്ത്രി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് ഉജ്ജ്വല സമാപ്തി. ശനിയാഴ്ച സാമൂഹ്യ പ്രവർത്തക ദയാബായി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കോളേജുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സകല മേഖലകളിലെയും സാമൂഹിക വെല്ലുവിളികളെ അതിജീവിക്കാനും അവരുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു തൊഴിലാണ് സാമൂഹിക പ്രവർത്തനമെന്ന് ദയാബായി പറഞ്ഞു. സാമൂഹിക പ്രവർത്തകർ സാമൂഹിക നീതിക്കായി വാദിക്കുകയും കൗൺസിലിംഗ് നൽകുകയും സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ വിഭവങ്ങളുമായി ആളുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യണം. മാനസികാരോഗ്യം, സമൂഹ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കുന്നതിൽ സാമൂഹിക പ്രവർത്തന പ്രൊഫഷണലുകൾ നിർണായക പങ്ക് വഹിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുട്ടികൾ വലിയ മത്തങ്ങ തലയുള്ളത്, വളഞ്ഞു മുളഞ്ഞ ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിലുള്ള കുട്ടികൾ, എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളുള്ള ജനങ്ങൾ. അപ്പോൾ മുത്തപ്പൻ്റെ കോപമാണ് അവിടെ വലിയ തോതിൽ പൂരിയിൽ ഇതൊക്കെ നടത്തി. പിന്നെ ഒരു ഡോക്ടർ ഇവർക്ക് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നത് സിമ്പിൾ ഡോക്ടർ മോഹൻകുമാർ. അയാൾ അവിടെ ഇങ്ങനെയൊക്കെ ന്യൂസ് വിട്ട് കുറേ ഡോക്ടേഴ്സ് വന്ന് പഠിച്ചു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അന്നുണ്ടായിരുന്ന ഒരു ഡോക്ടർ, അയാൾ ലോയറുമാണ്. അയാൾ വന്ന് ഇതേപ്പറ്റി പഠിച്ചിട്ട് പറഞ്ഞു. പാലക്കാട് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ അനലിസ്റ്റ് ലേഖ ചാക്കോ, സാമൂഹിക പ്രവർത്തക ദയാബായി എന്നിവർ വിവിധ സെഷനുകളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൽ മജീദ് മന്നിശ്ശേരി, ഡയറക്ടർ അൻവർ സാദത്ത്, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ദിവ്യ, തസ്ലിയ എന്നിവർ സംസാരിച്ചു. ക്യാപ്സ് പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് OP സുരേഷ് കുമാർ, ക്യാപ്സ് ജോയിന്റ് സെക്രട്ടറി അരുൺ മുല്ലക്കൽ എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ചു. സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സലാഹ് സ്വാഗതവും സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഇബ്രാഹിം ബാദുഷ നന്ദിയും പറഞ്ഞു. വിവിധ കോളേജുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ നടന്ന സെഷനിൽ K പ്രേംകുമാർ MLA സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. ആലിപ്പറമ്പിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിന് പരിസമാപ്തി. ഫൈനൽ മത്സരത്തിൽ അൽ-അമീൻ കുന്നക്കാട്ടുകുഴി വിജയകിരീടത്തിൽ മുത്തമിട്ടു. കളിക്കാവിനായി പരിചയപ്പെടുന്ന നിങ്ങളുടെ മത്സരാർത്ഥികൾ ഇന്നത്തെ ഫൈനൽ മത്സരം ജയിച്ചാണെങ്കിൽ വേക്കി പ്രസാദ് ജേഴ്സി നമ്പർ 1, സ്റ്റോപ്പർ ബാക്ക് സാനിസ് ജേഴ്സി നമ്പർ 3, റൈറ്റ് വിംഗ് ബാക്ക് എറിസ ജേഴ്സി നമ്പർ 6, അബ്ദുർ ജേഴ്സി നമ്പർ 2, സ്റ്റാൻഡ് ബൈ വിനീഷ്യസ് ജേഴ്സി നമ്പർ 7, സമീർ ജേഴ്സി നമ്പർ 8. സ്റ്റേഡിയത്തിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ജേഴ്സികൾ അക്ബർ ഗോൾഡൻ ബോൾ നമ്പർ 1.
ആലിപ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് വാളലിൽ മുസ്തഫ ഫുട്ബോൾ ടൂർണമെന്റിന് പരിസമാപ്തി കുറിച്ചു. അല്ലമീൻ കുന്നക്കാട്ടുകുഴി ഫൈനലിൽ ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഫുട്ബോൾ താരം ആഷിഖ് ഉസ്മാനെ അണിനിരത്തി റെഡ് ഡ്രാഗൺസ് കാമ്പുറവും നൈജീരിയൻ പടയുമായി അല്ലമീൻ കുന്നക്കാട്ടുകുഴിയും ഏറ്റുമുട്ടി. ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ അല്ലമീൻ കുന്നക്കാട്ടുകുഴി റെഡ് ഡ്രാഗൺസിന്റെ ഗോൾവല ചലിപ്പിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആഷിഖ് ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള റെഡ് ഡ്രാഗൺസ് കാമ്പുറം ഗോൾ മടക്കി. തുടർന്ന് അല്ലമീൻ കുന്നക്കാട്ടുകുഴിയുടെ ആക്രമണ ഫുട്ബോളിന് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. 5 തവണ റെഡ് ഡ്രാഗൺസ് കാമ്പുറത്തിന്റെ വലയിൽ ഗോൾ മഴയായി അല്ലമീൻ കുന്നക്കാട്ടുകുഴിയുടെ താരങ്ങൾ പെയ്തിറങ്ങി. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 5 ഗോളുകൾക്ക് ആലിപ്പറമ്പ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് വാളലിൽ മുസ്തഫ ഫുട്ബോൾ ടൂർണമെന്റിൽ രണ്ടാമതും അല്ലമീൻ കുന്നക്കാട്ടുകുഴി മുത്തമിട്ടു. തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫി വിതരണവും ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള മൊമന്റോ വിതരണവും നടന്നു. മെഡിക്കൽ വിഭാഗം കൈകാര്യം ചെയ്ത ഹാസ് CCN പെരിന്തൽമണ്ണ. 1000-ലേറെ മണവാട്ടിമാർക്ക് വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്കിന്റെ 5ാം വാർഷികം ആഘോഷിച്ചു. സിനിമാ താരം ധർമ്മജൻ ബോൾക്കാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1000-ലേറെ മണവാട്ടിമാർക്ക് സൗജന്യമായി വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്കിന്റെ 5ാം വാർഷികാഘോഷം ജനകീയ ഉത്സവമായി. പ്രശസ്ത സിനിമാ താരം ധർമ്മജൻ ബോൾക്കാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ചടങ്ങിൽ മുഖ്യാതിഥിയായി. വാർഡംഗം CH ഹമീദ് അധ്യക്ഷത വഹിച്ചു. നാസർ തൂത, പ്രോഗ്രാം കോർഡിനേറ്റർ റാഷിദ് തൂത, പ്രശസ്ത സിനിമാ താരങ്ങളായ അനുമോൾ, അരിസ്റ്റോ സുരേഷ്,
സുമാദേവി, ഡെൽറ്റ മണി എന്നിവർ പ്രസംഗിച്ചു. ഞാൻ ഇവിടെ മുമ്പും വന്നിട്ടുള്ളതാണ്. നമ്മളൊക്കെ കുറച്ച് പേരെങ്കിലും ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഒരു 3-4 വർഷം മുന്നേ. അപ്പം ഒരുപാട് സന്തോഷമാണ് ഇവിടുന്ന് ഒരു വിളി വരുന്ന സമയത്ത് ഇത് നന്നായി നടക്കുന്നു, നന്നായി പോകുന്നു എന്നൊക്കെ അറിയുമ്പം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. നാസർ തൂത എന്ന് പറഞ്ഞിട്ടുള്ള കോള് വരുമ്പോൾ തന്നെ എനിക്കറിയാം ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാം എപ്പോഴും. അപ്പം വലിയ കാര്യമാണ്. ഞാനിങ്ങോട്ട് ഓടി വരുന്നതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. ഇങ്ങനത്തെ മനുഷ്യർ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമ്പം അവരെ കാണണം, അവരുടെ കൂടെ നിൽക്കണം, അവരോട് മിണ്ടണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഓടി വരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതും അതാണല്ലേ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എവിടേക്കോ നമുക്ക് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേന്ന് തോന്നുന്നു. എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോഴും TV കാണുമ്പോഴും ഒക്കെ നമുക്ക് പേടിയാവുന്ന വാർത്തകളാണ്. അപ്പം എനിക്ക് തോന്നുന്നു മനുഷ്യത്വമുള്ള വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിലെ പ്രമുഖ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 3 മഹത് വ്യക്തികൾക്ക് നൽകുന്ന ദേവകിയമ്മ പുരസ്കാരം താമരത്ത് ഹംസു, ശ്രീജ ശ്രീകുമാർ, നാസർ മാനു എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. മാപ്പിളപ്പാട്ട് ഗായകരായ മെഹറിൻ, ജിൽഷാദ് വല്ലപ്പുഴ, റെയ്ഹാന മുത്തു, അമാനി എന്നിവരുടെ സംഗീത പരിപാടിയും നടന്നു. കോഴിക്കോട് ജുമൈലത്ത് ടീമിന്റെ ഒപ്പനയും നടന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. CCN പെരിന്തൽമണ്ണ. പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. തന്ത്രി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. തുടർന്ന് കുട്ടികളുടെ ചെമ്പടമേളം നടന്നു. കലാമണ്ഡലം കൃഷ്ണപ്രവീൺ പൊതുവാൾ അവതരിപ്പിച്ച തായമ്പക, കേളി, പറ്റ്, മേളം, കൂറവരവ് എന്നിവയും ഉണ്ടായി. ഞായറാഴ്ച വൈകിട്ട് 6:45 തിരുവാതിരക്കളി, ഭക്തിഗാനമേള എന്നിവയുണ്ടാകും. തോൽപ്പാവക്കൂത്ത്, കളംപാട്ട്, സന്ധ്യയ്ക്ക് കലാപരിപാടികൾ എന്നിവ എല്ലാ ദിവസവും നടക്കും. മാർച്ച് 5 ചെറിയാറാട്ടും 6 വലിയാറാട്ടും നടക്കും. 7 പൂരം. 18 ആനകളും 50 ഇണക്കാളകളും ഉണ്ടാകും. CCN കടമ്പഴിപ്പുറം. അലനല്ലൂർ വട്ടമണ്ണപ്പുറം AMLP സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും പാഠ്യാനുബന്ധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിക്കുന്നതിനായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. റാങ്കുകൾ വാരിക്കൂട്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അടിത്തറ നല്ല രീതിയിൽ അവർക്ക് ഉറച്ചു കിട്ടി. കാരണം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഒരു കടമ അതവർ പൂർത്തീകരിച്ചു. അപ്പോ ഈ ഒരു മുന്നിൽ നിൽക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫസ്റ്റ് ഘട്ടം, അതായത് പ്രീ പ്രൈമറി ഘട്ടം നിങ്ങൾ നല്ല നിലയിൽ ടാലന്റ് സ്കോളർഷിപ്പ് എക്സാമിൽ 100%, 125 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 125 പേരും പാസ്സായതിൽ ഒരുപാട് പേര് റാങ്കുകൾ നേടിയിട്ടാണ് നമ്മുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും അഭിമാനമായിക്കൊണ്ടാണ് ഈ ഒരു സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
വാർഡ് മെമ്പർ അലി മഠത്തൊടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാലയത്തിൽ നടത്തിവരുന്ന അരവിന്ദ് ചെപ്പു തുറക്കാം, ഗണിതധ്വനി എന്നീ പദ്ധതികളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ കൈമാറി. സംസ്ഥാന തലത്തിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി സംഘടിപ്പിച്ചു വരുന്ന ടാലന്റ് സെർച്ച് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു. ഓരോ ക്ലാസ്സിലെയും പാഠ്യാനുബന്ധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഹംസപ്പ, റഹ്മത്ത് മഠത്തൊടി, PTA പ്രസിഡന്റ് MP നൌഷാദ്, മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് V അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. CCN ചത്തല്ലൂർ. തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജീവകാരുണ്യ പദ്ധതിയായ കനിവിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ഫിറോസ് കുന്നംപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെല്ലാവരും ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ടാവും. രോഗം ബാധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ സഹായങ്ങൾ നിങ്ങൾ നൽകണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാൻ. ഞാനിത് പറയാനൊരു കാരണം, ഞാൻ സത്യത്തിലൊരു ചാരിറ്റി പ്രവർത്തകനായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ചതിലേക്ക് വന്നതല്ല. ഞാൻ എൻ്റെ നാട്ടിൽ പൊതുപ്രവർത്തനമൊക്കെ നടത്തി, എനിക്ക് ചെറിയൊരു മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ ഷോപ്പൊക്കെ നടത്തി ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടലിൽ ബാക്കി വന്ന ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്നതിന് കളയണ്ട, എന്നാൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി അതിനെങ്ങനെ പൊതി കെട്ടി അതെനിക്ക് തരാം. ഞാൻ ആ ഭക്ഷണമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുട്ടികൾക്ക് മുട്ടായും ജ്യൂസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടൻ്റെ അടുത്തിങ്ങനെ വണ്ടി നിർത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാള് ഏകദേശം 11:30 ആവും രാത്രി. ഹെഡ് മിസ്ട്രസ് MV സുധ അധ്യക്ഷത വഹിച്ചു. ആർദ്രം പാലിയേറ്റീവ് സൊസൈറ്റി കോർഡിനേറ്റർ M മുഹമ്മദ് ഹാഷിം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് CA ബക്കർ കനിവിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കാസിം കുന്നത്ത് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷബീർ നീരാണി, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് M സതീദേവി, K ഗീത, O കുഞ്ഞു മുഹമ്മദ്, T അഫ്സാർ ബാബു, VK അബൂബക്കർ സിദ്ദിഖ്, CA സാജിദ്, NK റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. CCN ചെർപ്പുളശ്ശേരി. പോലീസിന്റെ അന്യായമായ റിക്കവറി അവസാനിപ്പിക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 25-ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോഷ്ടാവിന്റെ പേരിൽ റിക്കവറി നടത്താമെന്ന് നിയമം ദുരുപയോഗം ചെയ്ത് സ്വർണ്ണ വ്യാപാരികളെ അന്യായമായി കേസിൽ കൊടുക്കുകയാണ്. ഒരു കേസിൽ പല കടകളിൽ നിന്നായി 10 മടങ്ങ് സ്വർണമാണ് റിക്കവറി നടത്തുന്നത്. നിരവധി സ്വർണ്ണ വ്യാപാരികളാണ് റിക്കവറി കേസുകൾ കുടുങ്ങി ആത്മഹത്യ ചെയ്തിട്ടുള്ളതും കടകൾ അടച്ചുപൂട്ടി പോയിട്ടുള്ളതും. റിക്കവറി കേസിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലറായിട്ട് ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് മേധാവിയുടെ സർക്കുലർ നടപ്പാക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. പോലീസ് റിക്കവറിക്ക് വരുമ്പോൾ കടയുടെ സമീപത്തുള്ള പൊതുപ്രവർത്തകന്റെയും അസോസിയേഷൻ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആയിരിക്കണം റിക്കവറി നടത്തേണ്ടതെന്ന് മാനദണ്ഡങ്ങൾ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. പലപ്പോഴും സ്വർണ്ണ വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ബന്ദിയാക്കിയാണ് റിക്കവറി നടത്തുന്നത്. മോഷ്ടാവിന്റെ മൊഴിയുടെ പേരിൽ റിക്കവറി നടത്താമെന്ന നിയമം ദുരുപയോഗം ചെയ്ത് പോലീസ് സ്വർണ്ണ വ്യാപാരികളെ അന്യായമായി കേസിൽ കുടുക്കുകയാണ്. ഒരു കേസിൽ പല കടകളിൽ നിന്നായി 10 മടങ്ങ് സ്വർണമാണ് റിക്കവറി നടത്തുന്നത്. നിരവധി സ്വർണ്ണ വ്യാപാരികളാണ് റിക്കവറി കേസുകളിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്തത്. നിരവധി കടകൾ അടച്ചുപൂട്ടി. റിക്കവറി കേസിൽ പാലിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി സർക്കുലറായി ഇറക്കിയിട്ടുണ്ട്. ഹൈക്കോടതി പോലീസ് മേധാവിയുടെ സർക്കുലർ നടപ്പാക്കണം എന്നും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പോലീസ് പെരുമാറുന്നത്. പലപ്പോഴും സ്വർണ്ണ വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ബന്ദിയാക്കിയാണ് റിക്കവറി നടത്തുന്നത്. റിക്കവറി കേസിന്റെ അവസാനത്തെ ഇരയാണ് ഫെബ്രുവരി 7-ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ. ഒരേ മോഷ്ടാവിനെ ഉപയോഗിച്ച് പല സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് റിക്കവറി നടത്തുന്നുണ്ട്. രാധാകൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക, കഴിഞ്ഞ 10 വർഷത്തെ പോലീസിന്റെ സ്വർണ്ണ റിക്കവറിയെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വർണ്ണ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. മാർച്ച് രാവിലെ 10 മണിക്ക് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അസീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി KT അക്ബർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK അയമു ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NTK ബാപ്പു, ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.
കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി നടത്തുന്ന പ്രചരണ ജാഥ 4ാം ദിവസം തൂതയിൽ സമാപിച്ചു. ഫെബ്രുവരി 25 നടത്തുന്ന GST ഓഫീസ് മാർച്ചിന്റെ ഭാഗമായാണ് ജാഥ. ചെറുകര ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് കുന്നപ്പള്ളി, പടിഞ്ഞാറേക്കര, ദേവസ്വപ്പറമ്പ്, പാലോളിപ്പറമ്പ്, ആനമങ്ങാട്, എടത്തറ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ഇ രാജേഷ്, വൈസ് ക്യാപ്റ്റൻ എ നസീറ, ജാഥ മാനേജർ പി ഗോവിന്ദപ്രസാദ്, KP അനീഷ്, KA റൌഫ്, U അജയൻ, V മുഹമ്മദ് ഹനീഫ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 25 നടത്തുന്ന GST ഓഫീസ് മാർച്ചിന്റെ ഭാഗമായാണ് ജാഥ. ഇനി കേരളത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും ചെയ്താൽ ചെയ്തു, നിങ്ങൾക്ക് വെള്ളം കിട്ടും. അതല്ല, ഈ തൂതയിലെ മുസ്ലിം ലീഗുകാരന്റെയും കോൺഗ്രസുകാരന്റെയും വാക്ക് കേട്ട് ഇനി കേരളത്തിലെങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി വെള്ളം ഈ പൈപ്പ് കൂടെ വരില്ല, ഉറപ്പാണ്. 72,000 കൊടുന്ന് 50,000 കോടിയെ വെട്ടിച്ചുരുക്കിയത്. അതായത് ഇനി വെള്ളം കുടിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർമ്മല സീതാരാമന്റെ വർത്താനം. അംഗനവാടി 21,810 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചത്. അത് 20,000 കോടിയാക്കി കുറച്ചു. 600 രൂപയാണ് ഒരു അംഗനവാടിക്ക് ഒരു മാസം കേന്ദ്രം തരുന്നത്. 600 രൂപ കൊണ്ട് അംഗനവാടി ടീച്ചർക്ക് ശമ്പളം കൊടുക്കണം, ആയക്ക് ശമ്പളം കൊടുക്കണം, അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്നു? CCN പെരിന്തൽമണ്ണ. സിമന്റ് ബ്രിക്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇന്റർലോക്സ് ഓഫ് കേരളയുടെ സംസ്ഥാന സംഗമം ഫെബ്രുവരി 25 കുറ്റിപ്പുറം ഒലീവ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ജിമ്മി മാത്യു പതാക ഉയർത്തിക്കൊണ്ട് സംഗമം ആരംഭിക്കും. സിമന്റ് ബ്രിക്സ് വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സംഗമത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന മുദ്രാവാക്യം. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും 1000-ലധികം സിമന്റ് ബ്രിക്സ് വ്യവസായികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. മന്ത്രിമാർ, സംസ്ഥാന നേതാക്കന്മാർ, വിവിധ തലങ്ങളിലുള്ള സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ ഈ സംഗമത്തിൽ പങ്കെടുക്കും. വ്യവസായികൾക്ക് ആവശ്യമായ മെറ്റീരിയൽസുകൾ, മോൾഡുകൾ, മറ്റ് യന്ത്രസാമഗ്രികൾ തുടങ്ങിയവയുടെ പ്രദർശനവും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ വ്യവസായ ഉന്നമനത്തിനുള്ള ക്ലാസുകളും ഉണ്ടായിരിക്കും. സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു വ്യവസായത്തിന്റെയാണ് ഈ സിമന്റ് ഉൽപ്പന്ന ഉത്പാദന മേഖല. തീരെ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ വളരെ അപ്പാർട്ട്മെന്റുകളും മറ്റും പണിയുന്ന ആളുകൾക്ക് വരെ ഉപകാരപ്രദമായ പ്രോഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമാന്യമായിട്ട് നല്ല വിലയില് കോമ്പറ്റീറ്റീവായ വിലയിൽ മാർക്കറ്റിൽ ലഭ്യമാക്കിയാൽ മാത്രമാണ് ഈ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ചെലവാകുക എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത്തരത്തില് നടക്കുന്ന ഈ ഒരു മഹാസംഗമത്തെ പറ്റി ഞങ്ങളോട് പറയുവാനാണ് ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജിമ്മി മാത്യു, സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ്, സംസ്ഥാന ട്രഷറർ ജോയി ചെക്കടത്ത്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസൽ ഹഗ്, പ്രവീൺ, മാജു തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലബാർ സൗഹൃദവേദി 10ാമത് പ്രതിഭാ പുരസ്കാര സമർപ്പണം 26 പെരിന്തൽമണ്ണയിൽ നടക്കും. മഞ്ഞളാംകുഴി അലി MLA പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി നൽകുന്ന 10ാമത് പ്രതിഭാ പുരസ്കാരത്തിന്റെ സമർപ്പണം 26 ബുധനാഴ്ച 10 മണിക്ക് പെരിന്തൽമണ്ണ പാലേറ്റി ഹാളിൽ നടക്കും. ഡോക്ടർ S രാമദാസ്, കുറ്റീരി മാനുപ്പ, ഉണ്ണി കരിമ്പുഴ, KKV പെരിങ്ങോട്ടുകര എന്നിവരാണ് ഇത്തവണ പുരസ്കാരം നേടിയിരിക്കുന്നത്. മഞ്ഞളാംകുഴി അലി MLA പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ P ഷാജി അധ്യക്ഷനാവും. മുൻ MLA V ശശികുമാർ, രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി എന്നിവർ മുഖ്യാതിഥികളാവും. ഈ വർഷത്തെ 10ാമത് പ്രതിഭാ പുരസ്കാരം പെരിന്തൽമണ്ണയിലെ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിലധികം സേവനം ചെയ്യുന്ന, ലാഭേച്ഛയില്ലാതെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നിസ്തുലമായി ചെയ്തു വരുന്ന ഡോക്ടർ S രാമദാസ് സാറിനാണ് ആരോഗ്യ മേഖലയിൽ ഒരു പുരസ്കാരം നൽകുന്നത്. അതുപോലെ ജീവകാരുണ്യ സന്നദ്ധ സാംസ്കാരിക മേഖലയിൽ പെരിന്തൽമണ്ണയിലെ നിറസാന്നിധ്യമായ ശ്രീ കുറ്റീരി മാനുപ്പ, അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകനാണ്, അദ്ദേഹത്തിനാണ് മറ്റൊരു പുരസ്കാരം. മറ്റൊരു പുരസ്കാരം സാഹിത്യ മേഖലയിലാണ്. അത്
അതിജീവനത്തിൻ്റെ സാഹിത്യകാരൻ. കഴിഞ്ഞ കുറേ നാളുകളായി തനിക്ക് ആരോഗ്യപരമായ ഒരു രോഗം പിടിപെട്ടിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തിനകം 11 പുസ്തകത്തിലധികം എഴുതിയിട്ടുള്ള ശ്രീ ഉണ്ണി കരിമ്പുഴ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ പ്രാവശ്യം നമ്മൾ നൽകുന്നത്. ആംഗലേയ സാഹിത്യകാരൻ വേറെ 4 പുരസ്കാരങ്ങളാണ്. അതിൽ ആംഗലേയ സാഹിത്യ മേഖലയിലും മാതൃഭാഷ സാഹിത്യ രചനയിലും തൻ്റേതായ മാർഗം വെട്ടിത്തെളിയിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീ KKV പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. കവിതയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിനാണ് നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, ജൂറി അംഗം KR രവി, കൺവീനർ ബിജുമോൻ പന്തിരിക്കുലം, സെക്രട്ടറി ദിനേശൻ എഴുവന്തല എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കേരളത്തിലെ പെൻഷൻകാരോടും ജീവനക്കാരോടും കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് രാവിലെ 10 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിക്കും. തുടർന്നു നടക്കുന്ന ധർണ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക, പെൻഷൻകാരുടെ ആശ്രിതരെ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ട്രെയിനിംഗ് കാലാവധി സർവീസായി പരിഗണിച്ചുള്ള ആനുകൂല്യം എല്ലാവർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഈ സംഘടന സംസ്ഥാന തലത്തിൽ ശമ്പള കമ്മീഷനിലും പോലീസ് വെൽഫെയർ ബ്യൂറോയിലും ഡിപ്പാർട്ട്മെന്റൽ ഡെവലപ്മെന്റൽ കമ്മിറ്റികളിലും പ്രാതിനിധ്യമുള്ള സംഘടനയാണ്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ നടന്നു വരുന്ന കളക്ടറേറ്റ് സെക്രട്ടേറിയറ്റ് മാർച്ച്, അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് തിങ്കളാഴ്ച 24-ാം തീയതി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. CCN മലപ്പുറം. ലോക മാതൃഭാഷാ ദിനത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കുട്ടികൾ തയ്യാറാക്കിയ എന്റെ സ്വന്തം മാഗസിൻ പ്രകാശനം ചെയ്തു. മലപ്പുറം ജില്ലാ സമിതിയുടെ ഈ വർഷത്തെ വായനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ തല പ്രവർത്തനങ്ങൾ ചേർത്തുകൊണ്ടാണ് കുട്ടികൾ സാഹിത്യ പതിപ്പുകൾ തയ്യാറാക്കിയത്. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കുട്ടികൾ സ്വന്തം മാഗസിൻ പ്രകാശനം ചെയ്തു. ഈ പരിപാടിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം GLPS പെരിന്തൽമണ്ണ വെസ്റ്റിൽ വെച്ച് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി നിർവഹിച്ചു. കുട്ടികളിൽ ഭാഷാശേഷി വികാസം കൈവരിക്കാനും എഴുത്തും വായനയും പരിപോഷിപ്പിക്കാനും നല്ല വായനാ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനും ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഉപജില്ലാ കോർഡിനേറ്റർ ബിന്ദു പരിയാപുരത്ത് പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് ഉജ്ജ്വല സമാപ്തി. ശനിയാഴ്ച സാമൂഹ്യ പ്രവർത്തക ദയാബായി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കോളേജുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. 1000-ലേറെ മണവാട്ടിമാർക്ക് വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്ക് 5ാം വാർഷികം ആഘോഷിച്ചു. സിനിമാ താരം ധർമ്മജൻ ബോൾക്കാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പിൽ 1 മാസക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിന് പരിസമാപ്തി. ഫൈനൽ മത്സരത്തിൽ അല്ലമീൻ കുന്നക്കാട്ടുകുഴി വിജയ കിരീടത്തിൽ മുത്തമിട്ടു. പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. തന്ത്രി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.